റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ആദ്യം റിയൽ ടൈം സിസ്റ്റം എന്താണെന്ന് നോക്കാം. So real-time systems are those systems which responds to external events in a timely fashion. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇവൻറ്റിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക ഇൻ എ ടൈംലി ഫാഷൻ, അതായത് വളരെ ടൈം ബൗണ്ടായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇവൻറ്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കണം, പക്ഷെ അത് വളരെ ടൈംലി ആയിരിക്കണം. അതായത് ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈനിനകത്ത് നിന്നുകൊണ്ട് അതിന് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിനെ അങ്ങനെ എങ്ങനെയാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കാറിനകത്തുള്ള എയർ ബാഗ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അതൊരു റിയൽ ടൈം സിസ്റ്റമാണ്. അതായത് എയർ ബാഗ് സിസ്റ്റം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാർ എവിടെയെങ്കിലും പോയി ഇടിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഡ്രൈവറിനും പാസഞ്ചേഴ്സിനും ഒന്നും ഒരു ഫേറ്റലായിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും സംഭവിക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ മരണമൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ എയർ ബാഗ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാറ് പോയി ഇടിച്ചാൽ ആ മൊമെൻറ്റിൽ തന്നെ എയർ ബാഗ് ഓപ്പൺ ആയിട്ടുണ്ടാവണം. അല്ലാണ്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്നും ഓപ്പൺ ആയിട്ട് കാര്യമില്ല. കാർ ഇടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഹെഡ് മൂവ് ആവും. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ എയർ ബാഗ് ഓപ്പൺ ആയിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ ഒരു ടൈം ഡിലേ ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു വിത്തിൻ മില്ലി സെക്കൻഡ്സ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിന് ഒരു എഫക്റ്റും ഇല്ല, പിന്നെ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ട്രിക്റ്റ് ടൈം കൺസ്ട്രെയിൻറ്റ് വെച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു റിയൽ ടൈം സിസ്റ്റമാണ്. അതൊരു കമ്പ്യൂട്ടർ, നമ്മൾ സാധാരണ കാണുന്ന ഒരു കമ്പ്യൂട്ടറൊന്നും അല്ല, പക്ഷേ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പേർപ്പസിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റംസിൻ്റെ കൺട്രോളേഴ്സായിട്ടൊക്കെയാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിലൊന്നും അല്ലാതെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെയൊക്കെ വർക്ക് ചെയ്യിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അതൊക്കെയാണ് റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ടൈം സിസ്റ്റംസ് ആർ സ്പെഷ്യൽ പേർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വിത്ത് പ്രിസൈസ് ടൈമിംഗ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി. അപ്പോൾ ഒരു പ്രിസൈസ് ടൈമിങ്ങുള്ള ഹൈ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി വെച്ചാൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള സിസ്റ്റംസ്, അവിടെ യൂസ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ പേർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ എയർ ബാഗിൻ്റെ കേസിൽ തന്നെ ഹൈ റിലയബിലിറ്റി ആവശ്യമാണ്. എന്താ വെച്ചാൽ അത് എന്തൊക്കെ സംഭവിച്ചാലും അത് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ്, അങ്ങനെ അത്രയും ഹൈലി റിലയബിൾ ആയിരിക്കേണ്ട ഒരു സ്ട്രിക്റ്റ് ടൈം കൺസ്ട്രെയിൻസ് വെച്ചിട്ട് വർക്ക് ചെയ്യേണ്ട സിസ്റ്റംസിൽ, അങ്ങനെയുള്ള സ്പെഷ്യൽ പേർപ്പസ് സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. സോ യൂസ്ഡ് വെൻ റിജിഡ് ടൈം റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഓൺ ഓപ്പറേഷൻസ് ഓഫ് പ്രോസസ്സർ. അപ്പോൾ ഒരു റിജിഡ് ടൈം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒരു പ്രോസസ്സർ ഇത്രയും ടൈമിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം, അങ്ങനെയുള്ളൊരു റിജിഡ് ടൈം റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് കൺട്രോൾ സിസ്റ്റം ഓൺ ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ. അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസിൻ്റെ കൺട്രോൾ സിസ്റ്റംസ് ആയിട്ടാണ് കൂടുതലും ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു ഒരു എക്സ്റ്റേണൽ ഇവൻറ്റിന് അനുസരിച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ഇവൻറ്റ് എപ്പോഴാണ് നടക്കണത്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡേറ്റയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ റിയൽ ടൈം സിസ്റ്റംസിലും സെൻസേഴ്സ് ഉണ്ടായിരിക്കും. So sensors bring data to the computer analyzes the data and possibly adjusts controls to modify the sensor input. അപ്പോൾ ഇങ്ങനെയായിരിക്കും കൂടുതലും ഒരു റിയൽ ടൈം സിസ്റ്റം വർക്ക് ചെയ്യുക. അതായത് ഒരു എക്സ്റ്റേണൽ ഇവൻറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാർ ഇടിച്ചു എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് അവിടെ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സെൻസേഴ്സാണ് ഇത് ഇടിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെയുള്ള വേറൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കൺട്രോളിങ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും സെൻസർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ, ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി സെൻസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്യാമെന്നിരിക്കുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ലെവലിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹസാർഡസ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ താഴെ ടെമ്പറേച്ചറിനെ നിർത്തുക എന്നുള്ളതായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ സെൻസ് ചെയ്താൽ
ആ ഒരു വിത്തിൻ ടൈം ലിമിറ്റ്സ് എന്താ ചെയ്യേണ്ടത്, ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. അതായത് കുറച്ചൊരു മില്ലി സെക്കൻഡ്സ് ടൈം അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ ദാറ്റ് മില്ലി സെക്കൻഡ്സ് ടൈം കൺസ്ട്രെയിൻ ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത് ഷട്ട് ഡൗൺ ചെയ്യണമെന്നാണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത്രയും ടൈം കഴിഞ്ഞിട്ട് ആ സെൻസറിന് പിന്നെ സെൻസ് ചെയ്യുന്ന സമയത്ത് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആവരുത് സെൻസർ സെൻസ് ചെയ്യണത്. അപ്പോൾ ഒരു കൺട്രോളിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റം എന്താണ് ചെയ്യുക, സെൻസർ ഇൻപുട്ടിനെ മോഡിഫൈ ചെയ്യാതെ ഇത് നെക്സ്റ്റ് മൊമെൻറ്റിൽ നോക്കുമ്പോൾ സെൻസർ ഇൻപുട്ട് നോർമലായിരിക്കണം. ആ ഡേഞ്ചറസ് സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിയൽ ടൈം സിസ്റ്റംസിൽ ചെയ്യുക. അപ്പോൾ സെൻസേഴ്സ് ഉണ്ടായിരിക്കും ടു ക്യാപ്ചർ ദി ഇൻപുട്സ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ദെൻ കമ്പ്യൂട്ടർ അതിനെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ കൺട്രോൾസിനെ അഡ്ജസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് മൊമെൻറ്റിൽ നോക്കുമ്പോൾ സെൻസറിന് നോർമൽ ഇൻപുട്സ് ആയിരിക്കണം കിട്ടുന്നുണ്ടാവേണ്ടത്. ആ രീതിയിലായിരിക്കും റിയൽ ടൈം സിസ്റ്റം വർക്ക് ചെയ്യുക. So it functions correctly only if it returns the correct result within the time constraints. അപ്പോൾ ആ വിത്തിൻ ടൈം കൺസ്ട്രെയിൻസ് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ എയർ ബാഗ് ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1-2 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടും അതുകൊണ്ട് കാര്യമില്ല. ആ ഫംഗ്ഷൻ അല്ല, ആ സിസ്റ്റം വർക്കിംഗ് അല്ല എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ വിത്തിൻ ടൈം കൺസ്ട്രെയിൻറ്റ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. കറക്റ്റ് റിസൾട്ട് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ കറക്റ്റ് ടൈമിങ്ങിൻ്റെ ഉള്ളിൽ കറക്റ്റ് റിസൾട്ട് വന്നാലേ നമ്മളതിന് കറക്റ്റ് റിസൾട്ട് എന്ന് പറയുള്ളൂ. ദെൻ റിയൽ ടൈം സിസ്റ്റംസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ആൻഡ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്. നമ്മളിപ്പോൾ പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കേസ് അല്ലെങ്കിൽ എയർ ബാഗിൻ്റെ കേസ്, ഇതൊക്കെ ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ആണ്. സോ ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ഗ്യാരണ്ടീസ് ദാറ്റ് ക്രിട്ടിക്കൽ ടാസ്ക് ബി കംപ്ലീറ്റഡ് ഓൺ ടൈം. ക്രിട്ടിക്കൽ ടാസ്കുകൾ ഓൺ ടൈമായിട്ട് ആ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്യാരണ്ടി ചെയ്യുന്ന സിസ്റ്റംസാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ്. ദാറ്റ് മീൻസ് ഡെഡ് ലൈൻ ഓൾവേസ്. എന്തൊക്കെ സംഭവിച്ചാലും അത് ഡെഡ് ലൈൻ മീറ്റ് ചെയ്തിരിക്കണം. ഈവൻ അണ്ടർ എ വേഴ്സ്റ്റ് കേസ് സിസ്റ്റം ലോഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സാധാരണ ഒരു കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ സിസ്റ്റം ലോഡ് കൂടുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ സ്ലോ ആവാം, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ടൈം കൂടുതൽ ടൈം എടുത്തിട്ടേ നമുക്ക് റെസ്പോൺസ് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല. എത്ര ലോഡ് വന്നാലും, വേഴ്സ്റ്റ് കേസ് ലോഡ് വന്നാലും ഇത് കൃത്യമായിട്ട് ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റംസാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ്. സോ മിസ്സിങ് ദി ഡെഡ് ലൈൻ റിസൾട്ട്സ് ഇൻ ഫേറ്റൽ കോൺസിക്വൻസസ്. അതായത് ആ ഡെഡ് ലൈൻ മിസ്സാവുകയാണെങ്കിൽ എന്തെങ്കിലും ഫേറ്റൽ കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ മരണം സംഭവിക്കാം, അതൊരു ഫേറ്റൽ കോൺസിക്വൻസസ് ആണ്. ഇപ്പോൾ എയർ ബാഗിൻ്റെ കേസിൽ പറഞ്ഞു. അതുപോലെ ലൈഫ് സേഫ്റ്റി സിസ്റ്റംസ്, അപ്പോൾ നമ്മുടെ പേസ് മേക്കറൊക്കെ പോലെയുള്ള ലൈഫ് സേഫ്റ്റി സിസ്റ്റംസ്, അത് കൃത്യമായിട്ട് വർക്ക്, ആ ടൈം കൺസ്ട്രെയിൻറ്റിനകത്ത് അത് വെച്ച് വർക്ക് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ഒരു ഡിലേ വരികയാണെങ്കിൽ ആൾക്ക് മരണം സംഭവിക്കാം. അപ്പോൾ അതുപോലെയുള്ള ലൈഫ് സേഫ്റ്റി സിസ്റ്റംസ്, ഇങ്ങനത്തെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ആണ്. സോ ഇത് ഇങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് ഓൾ ദി ഡിലേയ്സ് ഇൻ ദി സിസ്റ്റം ബി ബൗണ്ടഡ് ലൈക്ക് റിട്രീവൽ ഓഫ് സ്റ്റോർഡ് ഡേറ്റ, ടൈം ടു ഫിനിഷ് എനി റിക്വസ്റ്റ് മെയ്ഡ് എക്സെട്ര. ഇത് ആ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വരുന്ന ടൈം ഡിലേയ്സ് ടൈം ബൗണ്ടഡ് ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട്, റെസ്പോണ്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്റ്റോർഡ് ഡേറ്റ എടുക്കണം. അപ്പോൾ ആ ഡേറ്റ എടുക്കാൻ വേണ്ടി അവിടെ ഹാർഡ് ഡിസ്ക് ഒന്നും ആയിരിക്കില്ല ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ അതൊരു മെക്കാനിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അതിനകത്തുനിന്ന് ഡേറ്റ റിട്രീവൽ വരികയാണെങ്കിൽ അത് ടൈം ബൗണ്ട് ആയിരിക്കും. അതുപോലെ ഒരു റിക്വസ്റ്റ് ഫിനിഷ് ചെയ്യാനുള്ള ടൈം, അതിനെടുക്കുന്ന ഡിലേ, അതും ടൈം ബൗണ്ട് ആയിരിക്കും. അതിനകത്ത് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡിലേയ്സും ടൈം ബൗണ്ട് ആയിരിക്കും. സോ സ്റ്റോറേജ് വിൽ ബി ഷോർട്ട് ടേം മെമ്മറി ഓർ റീഡ് ഓൺലി മെമ്മറി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഹാർഡ് ഡിസ്ക് പോലുള്ള അങ്ങനെ മെക്കാനിക്കൽ മെമ്മറീസ് ഒന്നും വെച്ചിട്ടൊന്നും ആയിരിക്കില്ല നമ്മളവിടെ സ്റ്റോറേജ് ഹാൻഡിൽ ചെയ്യുക. പക്ഷെ അതിനൊക്കെ ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. അത് ഡിസ്ക് ഇങ്ങനെ കറങ്ങി വരാനൊക്കെ ടൈം എടുക്കില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം ഡിലേയ്സ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജൊക്കെ റീഡ് ഓൺലി മെമ്മറിയിൽ സെമി കണ്ടക്ടർ മെമ്മറീസൊക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റോറേജൊക്കെ ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്റ്റ് ടൈം ലൈൻസ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആർ ആബ്സെൻറ്റ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ റെൻഡർ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോസസ്സർ ടൈം അതിന് വേണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ഡിസ്പ്ലേയും ഒരു നല്ലൊരു ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സും ഒന്നും ഉണ്ടായിരിക്കില്ല. മിനിമലായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൈം ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ്. അത് മാത്രമായിരിക്കും അതിൻ്റെ ഗോൾ. അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. അതൊക്കെ ടൈം കൺസ്യൂമിങ് ആവും എന്നുള്ളതുകൊണ്ട്.
അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ പറഞ്ഞ ലൈഫ് സേഫ്റ്റി സിസ്റ്റംസ്, ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് എയർപ്ലെയിനിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റംസ്. അത് കൃത്യമായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ദെൻ എയർ ബാഗ് സിസ്റ്റം, അതേപോലെ തന്നെയാണ് കാറിനകത്ത് വരുന്ന ABS ഒക്കെ, ABS സിസ്റ്റംസ് ഒക്കെ. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ നമ്മളിപ്പോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റം, അത് വളരെ പ്രിസൈസ് ടൈമിങ് അവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ആ ലോഞ്ച് ഫെയിലായിപ്പോവും. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ നമ്മൾ പറഞ്ഞു. ദെൻ മിസൈൽ കൺട്രോളിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ്, അത് കൃത്യമായിട്ട് ടൈമും അതിൻ്റെ ഡിസ്റ്റൻസും ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആകാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസൊക്കെയാണ് വളരെ ഹസാഡസ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും, അത് കൃത്യമായി ടൈം ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ. അങ്ങനെയുള്ള സിസ്റ്റംസാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. ദെൻ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്. സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറഞ്ഞാലും അത് റിയൽ ടൈം സിസ്റ്റംസ് തന്നെയാണ്, റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ആ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേറ്റൽ കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം ഒരു ക്വാളിറ്റി ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി റെഡ്യൂസായി പോവാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമുള്ള, എന്നുവെച്ചാൽ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, ക്വാളിറ്റി ഡീഗ്രഡേഷൻ പോലെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ള റിയൽ ടൈം സിസ്റ്റംസാണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്. സോ മിസ്സിങ് എ ഡെഡ് ലൈൻ ഡസ് നോട്ട് റിസൾട്ട് ഇൻ ഫേറ്റൽ കോൺസിക്വൻസസ് ബട്ട് മേ ഡീഗ്രേഡ് ദി ക്വാളിറ്റി. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഗെയിമിംഗ് കൺസോൾസ്, അതുപോലെ വെർച്വൽ റിയാലിറ്റി. നിങ്ങൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂസ് ചാനൽസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്താണെന്ന്. ഇപ്പോൾ ഒരാളുടെ മുമ്പിൽ നമ്മൾ കുറേ ഡിസ്റ്റൻസിലുള്ള ഒരാളോട് സംസാരിക്കുകയാണ്, അയാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും സ്ട്രിക്റ്റ് ടൈം മീറ്റ് ചെയ്യണം. അപ്പോൾ അയാളുടെ ഇമേജ് അല്ലെങ്കിൽ അയാളുടെ ആ വീഡിയോ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിങ്ങനെ അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് സ്ട്രീം ചെയ്ത് വരികയാണ്. പക്ഷേ ഇത്രയും ഫ്രെയിംസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഫ്രെയിംസ് പെർ മില്ലി സെക്കൻഡ് എന്നുള്ള സ്പീഡിൽ വന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. അല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ നമ്മളൊരു കാര്യം സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ല അയാളത് കേൾക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും അത് നമ്മുടെ മുമ്പിൽ നിന്നൊരാൾ സംസാരിക്കുക തന്നെയാണ് എന്നുള്ള പോലത്തെ ആ ഫീൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ആ ക്വാളിറ്റി ഫീൽ ഉണ്ടാവണമെങ്കിൽ സ്ട്രിക്റ്റ് ടൈംസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ ആ ടൈം മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലാണ്ട് അത് കാരണം ഇപ്പോൾ ഒരാളുടെ മരണം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ടൈം സിസ്റ്റംസ്. സോ അതിനകത്ത് ദി ക്രിട്ടിക്കൽ ടാസ്ക് ഗെറ്റ്സ് പ്രയോറിറ്റി ഓവർ അതർ ടാസ്ക് ആൻഡ് റീറ്റെയിൻ ദി പ്രയോറിറ്റി അൺടിൽ ഇറ്റ് കംപ്ലീറ്റ്സ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ട് ക്രിട്ടിക്കൽ ടാസ്ക്, അത്രയും ക്രിട്ടിക്കൽ അല്ലാത്ത ടാസ്കുകൾ, അങ്ങനെയുള്ള പല ടാസ്കുകളുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ടാസ്കിന് ഹൈ പ്രയോറിറ്റി കിട്ടും, അല്ലാത്ത ടാസ്കുകൾ ഇത്തിരി ടൈം കൂടിപ്പോയാലും പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് പ്രയോറിറ്റി കുറവായിട്ട് സെറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസിലുണ്ടാവും. സോ ഇറ്റ് ഇസ് മിക്സഡ് വിത്ത് അതർ ടൈപ്സ് ഓഫ് സിസ്റ്റംസ്. അതായത് നമ്മുടെ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം പോലെ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ ആയിരിക്കില്ല, വേറെ പല സിസ്റ്റംസുമായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. അതായത് നോർമൽ ആപ്ലിക്കേഷൻസ് അതിനകത്തൂടെ വരാം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഹാർഡ് റിയൽ ടൈം അല്ലാത്ത സിസ്റ്റംസ് മിക്സ് ചെയ്തിട്ട് വരാവുന്ന സിസ്റ്റംസാണ്. ആൻഡ് റിസ്കി ടു യൂസ് ഫോർ ഇൻഡസ്ട്രിയൽ കൺട്രോൾസ്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ് നമ്മൾ ഇൻഡസ്ട്രിയൽ കൺട്രോൾസിന് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ കൺട്രോളാണ്, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തതിനെ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ഒരിക്കലും സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം അല്ല യൂസ് ചെയ്യുക, ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസാണ് യൂസ് ചെയ്യുക. സോ ഇറ്റ്സ് നീഡ് അഡ്വാൻസ്ഡ് സിസ്റ്റം ഫീച്ചേഴ്സ്. അഡ്വാൻസ്ഡ് സിസ്റ്റം ഫീച്ചേഴ്സ് ആവശ്യമായിട്ടുള്ള റിയൽ ടൈം സിസ്റ്റംസാണ്. ഇപ്പോൾ ഗെയിമിംഗ് കൺസോൾ പറഞ്ഞു. അപ്പോൾ ഗെയിമിംഗ് കൺസോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിം കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കൺസോൾസാണ്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈമിനകത്ത് തന്നെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യണം ശരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഫക്റ്റ് ആ റിയൽ ടൈമിൽ തന്നെ അവിടെ വേണം. അപ്പോൾ ഒരു ജോയ്സ്റ്റിക്ക് മൂവ് ചെയ്താൽ അതനുസരിച്ച് ഇപ്പോൾ ഒരാളെ നിങ്ങൾ മൂവ് ചെയ്യിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിംഗ് വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് റിയൽ ടൈമിൽ തന്നെ അത് മൂവ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഗെയിമിങ്ങിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ അതൊരു സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റമാണ്. അപ്പോൾ ഒരു ഗെയിമിംഗ് കൺസോളാണെങ്കിൽ അവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വേണം, നല്ല ഗ്രാഫിക്കൽ ഡിസ്പ്ലേയും സൗണ്ട് സിസ്റ്റംസും ഇങ്ങനത്തെയൊക്കെ ഉള്ളതായിരിക്കും ഗെയിമിംഗ് കൺസോൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ റെൻഡർ ചെയ്യാനുള്ള ടൈമൊക്കെ കൂടുതലെടുക്കും. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ചിലപ്പോൾ ടൈം ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആവശ്യം ഉണ്ടായിരിക്കും ഇങ്ങനത്തെ റിയൽ ടൈം സിസ്റ്റംസിന്. അതേസമയം ഹാർഡ് റിയൽ ടൈം സിസ്റ്റം ആണെങ്കിലോ മിനിമൽ ഫീച്ചേഴ്സ് മാത്രം, നല്ല ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഹാർഡും സോഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും റിയൽ ടൈമാണ്, പക്ഷെ റിയൽ ടൈമിൽ വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളത് ഹാർഡും, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറയും എന്നുള്ള മാത്രം എഫക്റ്റ് വരുന്നത് സോഫ്റ്റുമാണ്.
ദെൻ ഫീച്ചേഴ്സ് ഓഫ് റിയൽ ടൈം സിസ്റ്റംസ്. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളതല്ലാതെ അത് റിയൽ ടൈം മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ്. ഇറ്റ് പെർമിറ്റ്സ് ക്രിയേഷൻ ഓഫ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് വിത്തിൻ ആൻ ആപ്ലിക്കേഷൻ. അതായത് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് അതിനെ നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക, വർക്ക് ചെയ്യിക്കുക, അങ്ങനെയാണല്ലോ സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യുക. അപ്പോൾ അതിന് ഒരൊറ്റ പ്രോസസ്സായിട്ടായിരിക്കും സാധാരണ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ട് അതിനെ വർക്ക് ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷനെ തന്നെ മൾട്ടിപ്പിൾ ടാസ്കുകളായിട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ ഇൻ്റർലീവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ പാരലലായിട്ടോ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ടൈം ലൈനിനകത്ത് നിന്നുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് പെർമിറ്റ്സ് പ്രയോറിറ്റീസ് ടു ബി അസൈൻഡ് ടു പ്രോസസ്സസ്. അതായത് ഒരു ആപ്ലിക്കേഷനെ തന്നെ പല പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പ്രോസസ്സുകൾക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഭാഗം ആദ്യം ചെയ്യുക, അങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ പെർമിറ്റ്സ് എ പ്രോഗ്രാമർ ടു ഡിഫൈൻ ഇൻട്രപ്റ്റ്സ് ആൻഡ് ദി ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗ് റൂട്ടീൻസ്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രപ്റ്റുകൾ ഡിഫൈൻ ചെയ്യാൻ. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് വരികയാണെങ്കിൽ അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റുകൾ എന്ന് പറയുക. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രപ്റ്റുകൾ ഡിഫൈൻ ചെയ്യാനും ആ ഇൻട്രപ്റ്റുകൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗ് റൂട്ടീൻസ്, അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസാണ്, അത് ഡിഫൈൻ ചെയ്യാനും ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ടാവും. ദെൻ യൂസസ് പ്രയോറിറ്റി ഡ്രിവൺ ഓർ ഡെഡ് ലൈൻ ഓറിയൻറ്റഡ് ഷെഡ്യൂളിംഗ്. ഇത് പ്രയോറിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആയിരിക്കും. പ്രയോറിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് ആദ്യം പ്രോസസ്സറിനെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രയോറിറ്റി ഡ്രിവൺ ആണ്. പ്രയോറിറ്റീസ് നമുക്ക് ഒരു പ്രോസസ്സിനകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ട് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാനും പറ്റും. പ്രയോറിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഡെഡ് ലൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്നുവെച്ചാൽ ആ ഡെഡ് ലൈൻ നമുക്ക് മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എന്താണോ ഇപ്പോൾ കുറേ പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഏത് പ്രോസസ്സിന് ഡെഡ് ലൈൻ ആണോ ആദ്യം വരുന്നത് വെച്ചാൽ അതിനാദ്യം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെഡ് ലൈൻ ഓറിയൻറ്റഡ് ആൻഡ് പ്രയോറിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ടൈം സിസ്റ്റം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് റിയൽ ടൈം സിസ്റ്റംസിനെ കുറിച്ച് പറയാനുള്ളത്.